അൽഹംദുലില്ലാ ഇവിടുന്ന് ഒരു മോട്ടിവേഷൻ കയറി റൂമിൽ വന്ന് ബാഗ് എടുത്തപ്പോഴാണ് എല്ലാ വിഷയവും പഠിക്കാണ്ട് മനസ്സിലായത്. പഠിച്ചില്ലെങ്കിൽ കൈ വേഗം മനസ്സിലായതോടെ പഠിക്കാൻ പോകുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി ബാഗ് തപ്പിയപ്പോൾ 2 സെൻറ്റർ ഫ്രഷ് എങ്കിലും കിട്ടിയാൽ മച്ചാത് പോകും. എന്തോ ഒരു കമ്പത്തിൽ ആദ്യം തന്നെ ബിസിനസ് സ്റ്റഡീസ് അങ്ങോട്ട് എടുത്ത് ബിസിനസ് സ്റ്റഡീസ് എടുത്തപ്പോഴല്ലേ നിഗൂഢ സത്യം ഞാൻ മനസ്സിലാക്കി. ടീച്ചർ നോട്ട് ചെയ്താൽ പറഞ്ഞപ്പോൾ അവിടെ ലേസും തിന്നിരിക്കും. ഇനി ഒന്നും നോക്കാമല്ലോ, അടുത്ത പ്രതീക്ഷ അക്കൗണ്ട്സിന്റെ ബുക്ക് വാങ്ങി വെച്ചു എന്നല്ല അതുവരെ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കിയപ്പോഴല്ലേ മനസ്സിലാവണേ മരിക്കോളം പഠിക്കാനുള്ള ധൈര്യം. എന്തായാലും വന്ന സ്ഥിതി കമ്പും വില്ലും എടുത്തങ്ങോട്ട് ഇറങ്ങാൻ തന്നെ ബുക്ക് കണ്ടിരുന്നിട്ടാണ് കണ്ണിൽ പുണ്ണ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ് പഠിച്ചോനെ. കൈവിട്ട് കളിയാണ് കളിക്കണേ. എനിക്ക് ഒരേ പഠിച്ചോനെ പറയാം പഠിച്ചോൻ. നെക്സ്റ്റ് ഞാൻ ഒരു നിലക്കും നീങ്ങൂലെന്ന് കണ്ടപ്പോൾ അക്കൗണ്ടൻസിന്റെ ബാക്കി മക്കളെണ്ട് വിളിച്ചു എടുത്തു എന്നല്ലാതെ പിന്നെ ഞാൻ ആ ഭാഗത്ത് കൂടെ പോയി. എങ്ങനെ പോവാനാ അമ്മാതിരി സാധനങ്ങളൊക്കെ കൈ കിട്ടിയ. ഇതാണ് ഡേം ഡോക്കിന്റെ 2% സാലിസിക് ആസിഡ്. അല്ല മാറി വന്നാണ് എനിക്ക് ഇതിന്റെ ഒരു ആവശ്യം. ഇതിനായിട്ട് എനിക്കൊരു ബന്ധം. പിന്നെ ഇത് എങ്ങനെ എന്റെ കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ നൈസിനമേൽ ഓർഡർ ആക്കിയതാണ്. ചെറുതായിട്ടൊന്ന് പാളി വന്നത് സാലിസിക് ആസിഡ്. കൊടുത്തയച്ചാലും കുറ്റം പറയാൻ പറ്റൂല. ഓർഡർ ചെയ്തപ്പോൾ ക്യാപ്ഷൻ വായിക്കാതെ ഓർഡർ ചെയ്ത് ഇന്റെ തെറ്റ് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇമ്മ എന്നെ പേരെന്ന് വന്ന സ്ഥിതിക്ക് കൈയിന്റെ മേത്താവ പരീക്ഷണം വിചാരിച്ച് കയ്യമ്മേണ്ട് ഒട്ടിച്ചു. ആഗ്നെ പാടുകൾ എന്തെങ്കിലും ഉണ്ടായാലല്ലേ മുഖത്തൊട്ടിച്ചിട്ടും കാര്യമുള്ളൂ. ഗൈസ് ഇത് പ്രൊമോഷനും അല്ല പരദൂഷണോ അല്ല. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ വഴിയെ അറിയിക്കാം. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. നാളത്തെ വടിന്റെ ചൂടാലോചിച്ചിട്ട് പിന്നെയും കയറി മോട്ടിവേഷൻ. അടുത്ത കുശലം ചെന്നൻ. പക്ഷെ അയിമയും പോകൂലല്ലോ ഈ നേരം കളയുന്ന യാതൊരു വയ്യൂല്ല. പിന്നെയും വിചാരിച്ചു ആലോചിക്കുമ്പോൾ തന്നെ നരകം കളയാണ്. പിന്നെ ഞാനൊക്കെ എങ്ങനെ പഠിക്കാൻ. എന്തായാലും ജസ്റ്റ് പാസ്സെങ്കിലും ആവണ്ട. അക്കൗണ്ടൻസിക്ക് ഡബിൾ പാസ് ഇട്ടില്ലെങ്കിൽ +2 എന്റെ കഷ്ടകാലം കണ്ടോലുണ്ട്. അതാലോചിച്ച് ചന്ദനത്തിരി പോലും കെട്ടുപോയി. റബ്ബേ കെട്ടുപോയിട്ടൊന്നും കാര്യമില്ലല്ലോ, പഠിച്ചേ പറ്റും. അങ്ങനെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ബുക്കിന്റെ മുന്നിലെത്തി. അൽഹംദുലില്ലാ. ഗൈസ് നിങ്ങൾക്ക് അറിയോ 8 വർഷം ഈ പെണ്ണിന്റെ ശത്രു. ഈ പെണ്ണ് ഉപയോഗിക്കുന്നതോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ. ഇപ്പോഴാണെങ്കിൽ ഈ പെണ്ണിനെ വിട്ട് പിരിയാനും ആത്മബന്ധമില്ല ഒന്നും പറയാൻ പറ്റൂല. വെറുതെ കിട പെണ്ണോ ഇനിക്കിട പേപ്പറോ എനിക്ക് എന്നൊരു വികാരമാണ്. അത് കണ്ടാൽ എനിക്ക് വെറുതെ വെക്കാൻ കഴിയൂല. അതും ഒരു തരം അസുഖം. സൈൻ ഇടാൻ ഞാൻ എപ്പോഴും പ്രോയാണ്. എന്റെ ഒറിജിനൽ നെയിമോണ്ടും നിക് നെയിമോണ്ടും ഇരട്ടപ്പേരും ഒരുപാട് സൈൻ ഉണ്ട്. പക്ഷെ ആവശ്യം വന്നൊരു സൈൻ ഇടാൻ പറഞ്ഞാൽ എനിക്ക് ഒറ്റ സൈൻ പോലും ഉണ്ടാവും. ആവശ്യത്തിനുള്ള സൈനിൻ്റെത് എയും ബിയും കൂട്ടി വെച്ചത് മാത്രമേ. പഠിച്ചോനെ റബ്ബേ പാവന്റെ അമ്മ. ഞാൻ അവിടെ എല്ലി വെള്ളാക്കി പഠിച്ചാണ് വിചാരിച്ചു മുട്ട വറുത്തതും പായൊക്കെ കൊടുന്നത്. ഈ വീഡിയോ എന്റെ അമ്മ കാണുമ്പോഴല്ലേ അറിയുള്ളൂ എനിക്ക് ഇവിടെ അങ്ങനെ പറഞ്ഞു അതും കഴിഞ്ഞ് പഠിപ്പിന്റെ യാതൊരു അനക്കും. ശുഭദിനം. അപ്പോൾ ഗൈസ് സീ യു നെക്സ്റ്റ് വീഡിയോ. ലവ് യു ആൻഡ് ബൈ ബൈ.